അപ്പോൾ നമുക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. ഈ സിനിമയിൽ നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ അല്ലെങ്കിൽ സംവിധാനം പറയാതെ പറഞ്ഞൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇവിടെയായിട്ട് കുറേ കുടകൾ തൂക്കിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ സിനിമയിൽ ഒരുപക്ഷെ നമ്മളാരും ഇത് ശ്രദ്ധിച്ച് കാണത്തില്ല. ഇനി ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളൊരു സംശയമാണ്, എന്തിനാണ് ഈ ഒരു കുടകൾ കാണിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്താണ് സംവിധാനം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ തൊട്ടടുത്ത ഷോട്ടിൽ സംവിധാനം ഇതിനുള്ള മറുപടി കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒരു കുടകൾ ഇവർ വിൽക്കുന്നതായിട്ട് സിനിമയിൽ കാണിക്കാത്തതെന്ന്. ഈ ഡീറ്റെയിലിംഗ് അതിനുള്ള ഉത്തരമാണ്. ഇവിടെ ടെന്നി സെബാസ്റ്റ്യനും അച്ഛനും കരോക്കെ ഗാനം പാടുമ്പോൾ ടെന്നിയുടെ അമ്മ കുടയും പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. അതോടൊപ്പം ഈ ഫ്രെയിമിൽ അവരുടെ അടുത്ത് മറ്റൊരു കുടയും കാണാം. ബാക്കി കുടകൾ ഫ്രെയിമിൽ കാണിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സംവിധാനം നമുക്ക് കാണിച്ചു തരുന്നത് ഇവർക്ക് കരോക്കെ ഗാനത്തോടൊപ്പം തന്നെ ഇതും ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് എന്നാണ്. സിനിമയിൽ ദുൽഖർ അവതരിപ്പിച്ച ലല്ലു എന്ന ക്യാരക്ടറിൻ്റെ വീട്ടിലെ മുറികൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ച ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഫോട്ടോകളും മറ്റും നമുക്ക് ഇവിടെ ആയിട്ട് കാണാം. അതിൽ ഈ ഒരു ഫോട്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഇവിടെ ലല്ലുവിൻ്റെയും പാപ്പിയുടെയും കുട്ടിക്കാലത്തെ ഫോട്ടോ നമുക്ക് കാണാം. ഇത് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒന്നാണ്. അതോടൊപ്പം ലല്ലുവിൻ്റെ മുറി കാണിക്കുമ്പോൾ ഒരുപാട് പഴയ സാധനങ്ങളും മറ്റും കാണുവാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ പഴയ സാധനങ്ങൾ വരാൻ കാരണമെന്ന് ചോദിച്ചാൽ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ കലാഭവൻ പ്രചോദ് അവതരിപ്പിച്ച ക്യാരക്ടർ പറയുന്നുണ്ട് അയാൾക്ക് നൊസ്റ്റാൾജിയുടെ അസുഖമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്യാരക്ടറിൻ്റെ മുറിയിൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിലിങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും പരിചയമുള്ള ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം. വളരെ കുറച്ച് സീനുകളിൽ മാത്രമാണ് ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴെല്ലാം തന്നെ ഇദ്ദേഹം കയ്യിൽ ചൂണ്ടിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ക്യാരക്ടറിനെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ്. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ ഈ ഫ്രെയിമിലൂടെ തന്നെ സംവിധാനം ഇദ്ദേഹത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ലല്ലുവും പ്രാഞ്ചിക്കുട്ടനും ടെന്നി സെബാസ്റ്റ്യനും രാത്രി 12 മണിക്ക് വിക്കിയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ വെച്ചാണ് മനസ്സിലാക്കുന്നത് വിക്കിയുടെ ബർത്ത്ഡേ ഇന്ന് അല്ല എന്ന്. പിന്നീട് ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളുമാണ്. ഇവിടെ നമുക്ക് ആ ഒരു ക്ലോക്ക് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഡീറ്റെയിൽ ചെയ്യുമ്പോൾ 12:05 നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ ആ ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ സംവിധാനം റിയലിസ്റ്റിക് ഡീറ്റെയിൽ ചെയ്ത് തരുന്നുണ്ട്. അടുത്തത് സലീം കുമാർ അവതരിപ്പിച്ച പ്രാഞ്ചിക്കുട്ടൻ എന്ന ക്യാരക്ടർ കാണിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നും ഒപ്പിയെടുക്കാൻ സാധിച്ച ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ വീട് കാണിക്കുന്ന ആ ഒരു ഫ്രെയിമിൽ ആ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് പെയിൻറ്റിങ് ടൂളുകളും കാണിച്ചുകൊണ്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ജോലി ആദ്യം തന്നെ സംവിധാനം നമുക്ക് കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ പ്രാഞ്ചിക്കുട്ടൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന് സിനിമയിൽ പറയുന്നുണ്ടെങ്കിലും ഈ ഡീറ്റെയിലിനോട് അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.